ഇതിൽ യൂസ് ചെയ്യുന്നത്. ഓക്കെ. ഹായ് ഹലോ, എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിന്ന് പറയാൻ പോകുന്നത് ലാസ്റ്റ് മൈൽ സൊല്യൂഷനെ പറ്റിയിട്ടാണ്. ഇന്നത്തെ ലോജിസ്റ്റിക്സ് മേഖലകളിൽ നമ്മൾ മെയിനായിട്ട് ഫേസ് ചെയ്യുന്ന പ്രോബ്ലം എന്ന് പറയുമ്പോൾ ലേറ്റ് ആയിട്ടുള്ള ഡെലിവറീസ്, അതുപോലെ പുവർ കമ്മ്യൂണിക്കേഷൻ. ഈ പുവർ കമ്മ്യൂണിക്കേഷൻ കാരണം നമുക്ക് കസ്റ്റമറിലേക്ക് കറക്റ്റായിട്ട് ഡ്രൈവേഴ്സിന് എത്തിക്കാൻ പറ്റുന്നില്ല അവരുടെ പ്രൊഡക്ട്സ്. അപ്പം അങ്ങനെയുള്ള ഇഷ്യൂസ് വരുന്നുണ്ട്. അപ്പോൾ അതിനുള്ള സൊല്യൂഷനാണ് നമ്മൾ ലാസ്റ്റ് മൈൽ സൊല്യൂഷനിലൂടെ നിങ്ങൾക്കായിട്ട് ഒരുക്കുന്നത്. എന്താണ് ലാസ്റ്റ് മൈൽ സൊല്യൂഷൻ എന്ന് നോക്കാം. ലാസ്റ്റ് മൈൽ സൊല്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ GPS എനബിൾഡ് ആയിട്ടുള്ള ഒരു മൊബൈൽ ആപ്ലിക്കേഷനാണ്. ഇതിലൂടെ നമുക്ക് ഈസി ആയിട്ടുള്ള ഗുഡ്സ് ആൻഡ് സർവീസസ് ഡെലിവറി ചെയ്യാനായിട്ട് നമുക്ക് പറ്റും. നമുക്കിതിൽ ഈസി ആയിട്ട് തന്നെ ഡെലിവറീസ് ട്രാക്ക് ചെയ്യാനുള്ള ഓപ്ഷനും വരുന്നുണ്ട്. പേപ്പർലെസ് ആണ്, നമുക്ക് മാനുവലായിട്ടൊന്നും ചെയ്യേണ്ടതായിട്ട് വരുന്നില്ല. നമുക്ക് പേപ്പർലെസ് വർക്കാണ് ഇതിൽ വരുന്നത്. ഓക്കെ. ലാസ്റ്റ് മൈൽ സൊല്യൂഷൻ മൊബൈൽ ആപ്ലിക്കേഷൻ യൂസ് ചെയ്യുന്നതിലൂടെ ഗുഡ്സിൻ്റെ ഡിസ്പാച്ച് കാര്യങ്ങളൊക്കെ ഡ്രൈവേഴ്സിനും അതുപോലെ തന്നെ കസ്റ്റമേഴ്സിനും അറിയാനായിട്ടുള്ള ഓപ്ഷൻ അതിൽ വരുന്നുണ്ട്. കസ്റ്റമറുടെ ഭാഗത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഗുഡ്സ് എവിടെ എത്തി എന്നുള്ളത് കറക്റ്റായിട്ട് അവർക്ക് അറിയാൻ പറ്റും. അവർക്ക് ലൊക്കേഷൻ കാര്യങ്ങളൊക്കെ ട്രാക്ക് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ നമുക്ക് ഡ്രൈവേഴ്സിൻ്റെ ഭാഗത്ത് നോക്കുകയാണെങ്കിൽ കസ്റ്റമറിൻ്റെ ഡെലിവറി ചെയ്യേണ്ട അഡ്രസ്സ്, കാര്യങ്ങൾ, ഡീറ്റെയിൽസ് നമുക്കതിൽ മെൻഷൻ ചെയ്തിട്ടുണ്ടായിരിക്കും. ഇനി നമുക്ക് ലാസ്റ്റ് മൈൽ സൊല്യൂഷൻ മൊബൈൽ ആപ്ലിക്കേഷൻ്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ പറയാൻ പോകുന്നത് എന്തെന്ന് വെച്ചാൽ റിയൽ ടൈം GPS ട്രാക്കിംഗ്, അതുപോലെ തന്നെ ETA നോട്ടിഫിക്കേഷൻ, എസ്റ്റിമേറ്റഡ് ടൈം ഓഫ് അറൈവൽസ്. ഇപ്പോൾ നിങ്ങൾ ഗുഡ്സ് എവിടെയാണ് എത്തിയിരിക്കുന്നത് എന്നുള്ളത് കസ്റ്റമറിന് ഏത് ടൈം വേണമെങ്കിലും നോക്കാനായിട്ട് പറ്റും. നെക്സ്റ്റ് വൺ POD ആണ്, പേപ്പർലെസ് പ്രൂഫ് ഓഫ് ഡെലിവറി ആണ്. അതെന്താണെന്ന് വെച്ചാൽ നമ്മൾ പ്രൊഡക്റ്റ് ഡെലിവറി ചെയ്ത് കഴിഞ്ഞാൽ ഡിസ്പാച്ച് ചെയ്ത് കഴിഞ്ഞാൽ കസ്റ്റമേഴ്സിൻ്റെ കയ്യിൽ നിന്നും ഡ്രൈവർ സിഗ്നേച്ചർ കാര്യങ്ങളൊക്കെ മൊബൈൽ ആപ്ലിക്കേഷൻ വഴി വാങ്ങുന്നതാണ്. നെക്സ്റ്റ് വൺ എന്ന് പറഞ്ഞാൽ അഡ്വാൻസ് റിപ്പോർട്ടിംഗ് ആൻഡ് ബിസിനസ് ഇൻസൈറ്റ്. ഇതെന്ന് വെച്ചാൽ നമുക്ക് ഡെലിവറി ചെയ്തതിൻ്റെ പെർഫോമൻസ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് പറ്റും. പെർഫോമൻസ് റേറ്റ്, അതുപോലെ സക്സസ് റേറ്റ്, എന്തെങ്കിലും ഡിലേസ് കാര്യങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ നമുക്കിതിലൂടെ അറിയാനായിട്ട് പറ്റും. ERP റെഡി ഡാറ്റ എക്സ്പോർട്ട്. ഇതെന്താണെന്ന് വെച്ചാൽ ഇൻവോയ്സസ്, അതുപോലെ തന്നെ ഡെലിവറി കൺഫർമേഷൻസ്, PODs, ഈ ഡീറ്റെയിൽസ് എല്ലാം ERP സിസ്റ്റത്തിലേക്ക് ഓട്ടോമാറ്റിക്കലി പോകുന്നതായിരിക്കും. ഡ്രൈവേഴ്സിന് ഇപ്പോൾ എന്തെങ്കിലും ഡാമേജ് ആയിട്ടുള്ള പ്രൊഡക്റ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ അതുപോലെ തന്നെ ഡെലിവറി ചെയ്തതിൻ്റെ റെസിപ്റ്റ് കാര്യങ്ങളൊക്കെ ഡയറക്റ്റായിട്ട് അപ്ലോഡ് ചെയ്യാനായിട്ട് പറ്റും. നമ്മുടെ സിസ്റ്റം എങ്ങനെ വർക്ക് ചെയ്യുമെന്ന് നോക്കാം. ERP ഇൻ്റഗ്രേഷൻ ആൻഡ് ഓർഡർ അപ്ലോഡാണ് ഫസ്റ്റ് ഞാൻ പറയാൻ പോകുന്നത്. അതെന്ന് വെച്ചാൽ ഡെലിവറി ഓർഡേഴ്സ് ആർ ഇമ്പോർട്ടഡ് ഫ്രം ERP ഇൻ്റഗ്രേഷൻ. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് ഡീറ്റെയിൽസ്, കസ്റ്റമറുടെ ഡീറ്റെയിൽസ് നമുക്ക് കറക്റ്റായിട്ട് കിട്ടും. കസ്റ്റമറുടെ നെയിം, അതുപോലെ കോൺടാക്ട് ഡീറ്റെയിൽസ്, അവരുടെ ലൊക്കേഷൻസ് നമുക്ക്. നെക്സ്റ്റ് സ്റ്റെപ്പായിട്ട് നമുക്ക് വരുന്നത് ഡ്രൈവർ മൊബൈൽ ആപ്പ് എക്സിക്യൂഷനാണ്. അതിൽ മെയിനായിട്ട് വരുന്നതെന്ന് വെച്ചാൽ ഫസ്റ്റ് ഡ്രൈവേഴ്സ് ആ മൊബൈൽ ആപ്ലിക്കേഷനിൽ ലോഗിൻ ചെയ്യണം. സോ GPS എനബിൾഡ് ആയതുകൊണ്ട് തന്നെ നമുക്കതിൽ അറ്റൻഡൻസ് ലഭിക്കുന്നതായിരിക്കും. ആഫ്റ്റർ ദാറ്റ് ഡ്രൈവേഴ്സിന് ഏതൊക്കെ ഓർഡേഴ്സാണ് വന്നിട്ടുള്ളതെന്ന് അറിയാൻ പറ്റും. പിന്നീട് അവർക്ക് ആ ഓർഡർ അനുസരിച്ചിട്ട് ആ ലൊക്കേഷനിലോട്ട് പോകാൻ പറ്റും. ഡെലിവറി കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഡ്രൈവേഴ്സിന് ഈ സിഗ്നേച്ചർ കളക്ട് ചെയ്യാനും പ്രൂഫ് അപ്ലോഡ് ചെയ്യാനുള്ള ഓപ്ഷൻസ് അതിലുണ്ട്. നെക്സ്റ്റ് സ്റ്റെപ്പായിട്ട് വരുന്നത് റിയൽ ടൈം ട്രാക്കിങ്ങും അലേർട്സും ആണ്. ഇപ്പോൾ കസ്റ്റമേഴ്സിനായാലും ഗുഡ്സ് എവിടെ എത്തി എന്നുള്ളത് കറക്റ്റായിട്ട് ട്രാക്ക് ചെയ്യാൻ പറ്റും. അതുപോലെ നോട്ടിഫിക്കേഷൻസ് ലഭിക്കുന്നതായിരിക്കും. ഡ്രൈവേഴ്സിനും ഇതുപോലെ തന്നെ ഓർഡേഴ്സ് കാര്യങ്ങൾ എടുക്കുമ്പോഴത്തേക്കും നോട്ടിഫിക്കേഷൻസ് വരുന്നതായിരിക്കും. 30% അൺവാണ്ടഡ് ആയിട്ടുള്ള ട്രാൻസ്പോർട്ടേഷൻസ് ഒക്കെ റെഡ്യൂസ് ചെയ്യാനായിട്ട് പറ്റും. സോ ഈസി ആയിട്ട് അവർക്ക് ഡെലിവറി എത്തുന്നതായിരിക്കും. സ്കാലബിൾ ആൻഡ് കസ്റ്റമൈസബിൾ ആണ് നമ്മുടെ സിസ്റ്റം. ഷോർട്ടായിട്ടുള്ള, അതിൽ ബിഗ് ആയിട്ടുള്ള ഫ്ലീറ്റിന് ഇത് യൂസ് ചെയ്യാനായിട്ട് പറ്റും. പിന്നെ ഫുള്ളി ട്രാൻസ്പെറൻസി ആയിട്ടുള്ള സിസ്റ്റമാണ് നമ്മുടെ. ലാസ്റ്റ് മൈൽ സൊല്യൂഷൻ യൂസ് ചെയ്യുന്നതിലൂടെ ട്രഡീഷണൽ ആയിട്ടുള്ള ലോജിസ്റ്റിക് സിസ്റ്റം റിഡ്യൂസ് ചെയ്തിട്ട് നമുക്ക് മോഡേൺ ആയിട്ടുള്ള എക്സ്പാൻഡ് ആയിട്ടുള്ള ലോജിസ്റ്റിക് സിസ്റ്റം നിങ്ങളുടെ ബിസിനസ്സിലേക്ക് കൊണ്ടുവരാനായിട്ട് പറ്റും. അപ്പോൾ ഇതായിരുന്നു നമ്മുടെ ഇന്നത്തെ ടോപ്പിക്ക് വരുന്നത്. നെക്സ്റ്റ് വീഡിയോയിൽ അടുത്ത ടോപ്പിക്കായിട്ട് നമുക്ക് കാണാം. സോ എന്തെങ്കിലും ഡീറ്റെയിൽസ് കാര്യങ്ങൾ അറിയുന്നുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്മൾ ഡീറ്റെയിൽസ് കൊടുക്കുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും ചെക്ക് ചെയ്ത് നോക്കാം. താങ്ക് യു ഫോർ വാച്ചിങ്.